എന്റേത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഇതൊക്കെ ആരാ പറഞ്ഞത് നിന്നോട്? നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നു. എല്ലാരും കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. അവന് നിന്നോടുള്ള പോലെ നിനക്ക് അവനോട് അങ്ങനെ ഉണ്ടോ വെച്ചു? നീ അവരെ പോലെ എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ച് പറ്റിക്കുകയാണോ? നിന്റെ ഉള്ളിൽ അവനുണ്ടോ? നിന്റെ സമ്മതം കിട്ടിയ പിന്നെ ഒരിക്കലും അവൻ എനിക്ക് കിട്ടില്ല. നിന്റെ ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ടോ? ഞാനൊന്നും അറിയാൻ നിന്നോട് എൻ്റെ വിഷമെല്ലാം പറഞ്ഞു പോയി. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു. പ്രിയെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയില്ലായിരുന്നു ഏട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന്. ഇന്ന് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞ്. നീ എന്നെ വിശ്വസിക്കേ. അപ്പോൾ അവൻ നിന്നോട് അവൻ്റെ ഇഷ്ടം പറഞ്ഞു അല്ലേ? അവന് എന്തെങ്കിലും കിട്ടുമെന്ന് ഇത് കാത്തിരുന്ന് സ്നേഹിച്ച ഞാനൊരു മണ്ടി അല്ലേ ലച്ചു? ഒരിക്കലും അല്ല പ്രിയ. നിന്റെ പ്രണയം ഏറ്റവും മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നീയായിരുന്നു. അതിന് നിനക്കായില്ല. അതാ ഇത്രയും ഉണ്ടായത്. അവൻ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കണം? എൻ്റെ ജീവൻ വെടിഞ്ഞ് എൻ്റെ പ്രണയം ഞാൻ അവന് മുമ്പിൽ കാണിക്കണം. അങ്ങനെ ചെയ്താൽ അവൻ വിശ്വസിക്കോ? ഒരിക്കലുമില്ല. കാരണം അവന് നിന്നെയാ ഇഷ്ടം. എനിക്ക് അവന് മറക്കാനാവാത്ത പോലെ അവന് നിന്നെ മറക്കാനാവില്ല ലച്ചു. നിങ്ങൾക്കിടയിലെ പ്രശ്നം ഇപ്പം ഞാനാ. നീ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, അവന് നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും എന്നെ സ്നേഹിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി ലച്ചു. ഇത്രയും നേരം ഞാനിവിടെ തനിച്ചിരുന്നിട്ട് കൂടി എന്നെ തിരക്കി ആരും വന്നിട്ടില്ല. സത്യത്തിൽ എല്ലാവർക്കും ഞാനൊരു ശല്യം. അതുകൊണ്ട് ആരും എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത്. അതുകൊണ്ടല്ലേ ഇന്നലെ വന്ന നിന്നോടുള്ളവർക്കെല്ലാം ജീവനായി മാറിയത്. പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ഓരോ വാക്കുകളും ലച്ചുവിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ കാരണമാണോ ഏട്ടൻ ഇവളിൽ നിന്ന് അകന്ന്? എന്നെ കാരണമാണോ? ലച്ചു സ്വയം ആലോചിച്ചു. പ്രിയ, നീ വിഷമിക്കാതിരിക്കുക. എല്ലാം ശരിയാവും. ഞാൻ ഒരിക്കലും നിന്റെ സ്വപ്നം തകർക്കില്ല. എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത്രയും ഞാനിപ്പോൾ വേദനിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നന്ദുവിന് വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നു. അവനെ സ്വന്താക്കാൻ വേണ്ടി, അവനോട് സ്നേഹം തോന്നാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ അവൻ പോയിട്ട് ആൻറ്റിക്ക് പോലും എന്നോട് ദയയില്ല. ഞാൻ തിരിച്ചു പോവാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. വിഷമിക്കാതിരിക്കേ. എല്ലാം ശരിയാവും. ലച്ചു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ലച്ചുവിന്റെ മനസ്സ് മുഴുവൻ ആ സമയം ഇളകി മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. താൻ കാരണം ആരുടെയും സന്തോഷം തകരാൻ പാടില്ല. പ്രിയ സമാധാനിപ്പിച്ച ശേഷം ഉറച്ച മനസ്സോടെ ലച്ചു റൂമിൽ നിന്നിറങ്ങി. ലച്ചു ചേച്ചി ആര്യ അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. ലച്ചു ഫ്രഷ് ആവാൻ കയറി ഇരിക്കുകയായിരുന്നു. അത് കണ്ടതും ആര്യ നഖം കടിച്ചുകൊണ്ട് അവളെയും കാത്ത് അവിടെ തന്നെ നിന്നു. ലച്ചു ഇറങ്ങിയതും ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആര്യയെ കണ്ട് അവളെ മൊത്തവും നോക്കി. നിനക്ക് എന്തു പറ്റി? ചേച്ചി ഇറങ്ങിയോ? ഞാൻ ചേച്ചിയെ വിളിക്കാൻ വന്നാ. താഴെ ചേച്ചി തിരക്കി ഒരാൾ വന്നിട്ടുണ്ട്. ആൻസി എന്നാ പേര് പറഞ്ഞ്. ആണോ? ആൻസി ചേച്ചി ഇത്രപ്പെട്ട് നിങ്ങൾ എത്തിയോ? ഞാൻ വിളിച്ചിട്ട് വന്നാ. ദാ വരുന്നു. ലച്ചു പറഞ്ഞു. ആര്യയുടെ ഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. ചേച്ചി ഇവിടുന്ന് എങ്ങോട്ടേലും പോകുന്നുണ്ടോ? ആര്യ ചോദിച്ചു. ലച്ചു അവളെ നോക്കി ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? പറയ്, പോകുന്നുണ്ടോന്ന്. വന്ന ആള് പറഞ്ഞല്ലോ ചേച്ചിയെ കൊണ്ടുപോകാൻ ചേച്ചി വിളിച്ചിട്ട് വന്നാണെന്ന്. അത് പിന്നെ മോളെ നീ വാ, ഞാൻ പറയാം. എനിക്ക് അമ്മയോട് ചിലത് പറയാനുണ്ട്. വാ. ലച്ചു അവളെയും വിളിച്ച് താഴേക്ക് ചെന്നു. ആൻസിയെ കണ്ട് ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മേ, ഇതെന്റെ സീനിയറായിട്ട് പഠിച്ച ചേച്ചിയാ ആൻസി. എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ. ലച്ചു അമ്മയോട് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും അമ്മ തെളിച്ചമില്ലാന്ന് ചിരിച്ചു. നീ ഇവരോടൊന്നും പറഞ്ഞില്ലേ? അത് പിന്നെ ചേച്ചി പറയാനുള്ള സമയം കിട്ടിയില്ല. അതിന് പിന്നെ ചേച്ചിയും എത്തിയില്ലേ? ഞാൻ എല്ലാവരോടും പറയാനിരിക്കുകയായിരുന്നു. ലച്ചു ആൻസിയോട് പറഞ്ഞിട്ട് അമ്മയുടെ നേർക്ക് നോക്കി. അമ്മേ, എനിക്കൊന്നും കേൾക്കണ്ട. ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അത് കണ്ടത് ലച്ചുവിന് വല്ലാതെയായി. ആര്യമോളെ. അവൾ ആര്യയെ നോക്കി വിളിച്ചു. അമ്മ പറഞ്ഞ് എനിക്കും പറയാനുള്ളൂ ചേച്ചി. സ്വന്തമായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്തിൻ്റെ പേരിലായും ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ വിഷമത്തേക്കാൾ വലുത് ചേച്ചിക്ക് ചേച്ചിയുടെ സന്തോഷമാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഞങ്ങളാരും കൂടെ ഉണ്ടാവില്ല. ആര്യ അതും പറഞ്ഞ അവിടെ റൂമിലേക്ക് പോയി ഡോറ് വലിച്ചടച്ചു. അത് കണ്ടത് ലച്ചുവിന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ വന്നല്പം നേരത്തെ ആയിപ്പോയി അല്ലേടാ. ഞാൻ കരുതി ഇവിടെ എല്ലാവരോടും നീ പറഞ്ഞിട്ട് അവനെ വിളിച്ചതെന്ന്. ആൻസി അവളുടെ വിഷമം കണ്ട് പറഞ്ഞു. ഇല്ലേച്ചി, ഇവിടെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഇവരാരും എന്നെ വിടില്ല. പക്ഷെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ കാരണം ആരുടെയും സന്തോഷം തകരാൻ പാടില്ല. ലച്ചു കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു, ആനന്ദിന്റെ തീരുമാനം തെറ്റാണെന്ന് എനിക്കിതുവരെയും തോന്നുന്നില്ല. നിന്നെ പറ്റി അറിയാവുന്ന, നിന്റെ വിഷമങ്ങളിൽ കൂടുതൽ നിൽക്കുന്ന ഒരാൾ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുമ്പോൾ ആ ഭാഗ്യം തട്ടിയെറിയണമെന്ന് നീ ഒന്നുകൂടി ചിന്തിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ കാർത്തിക് നിന്നെ തേടിപ്പിടിച്ചെത്തും. അവനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആനന്ദിനെ കഴിയും. ആൻസി പറഞ്ഞു. ലച്ചുവിന്റെ മനസ്സിൽ കാർത്തികിനെ ഓർത്ത് വല്ലാത്ത ഭയം തോന്നി. സാരലേച്ചി, ഇങ്ങനെയൊക്കെയായിരിക്കും എൻ്റെ വിധി. പ്രിയെ പോലെ ഞാനൊരാളെ സ്നേഹിച്ച അതിൽ നിന്ന് തിരിച്ചു കിട്ടിയത് എനിക്ക് സഹിക്കാനാവുന്നില്ല അപ്പുറമായിരുന്നു. സ്നേഹം നഷ്ടമാകുമ്പോഴുള്ള വേദന എനിക്കറിയാം എത്രമാത്രമാണെന്ന്. ഞാൻ കാരണം ഏട്ടൻ അവളിലേക്ക് അടുക്കാത്ത. ഞാൻ ഇവിടുന്ന് മാറിയാ ചിലപ്പോൾ അതിന് മാറ്റം വന്നേക്കാം. അതൊക്കെ നിന്റെ വെറും തോന്നല. നീ ഇനി എവിടെ പോയി വിളിച്ചാലും അവന് നിന്നോടുള്ള ഇഷ്ടം മാറില്ല. നിന്റെ ജീവിതത്തിൽ അവസാനം വരെയും അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നീ ഒരു വട്ടെങ്കിലും ആഗ്രഹിച്ചില്ലേ ലച്ചു? നിന്നെ എനിക്കറിയാം. ആൻസി പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അത് കണ്ടത് ആൻസി അവളെ ചേർത്ത് പിടിച്ചു. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ആശ്വസിപ്പിച്ചു. നിന്റെ ഈ കണ്ണുനീര് അതിനുള്ള മറുപടിയാണ്. സാരില്ല, നിന്റെ തീരുമാനം മാറ്റുന്നില്ലെങ്കിൽ ഇവിടെയുള്ളവരോട് പറഞ്ഞ് സമ്മതമായിട്ട് എന്നെ കൂടെ വാ. നിനക്കൊപ്പം ഇത്രയും ദിവസം കൂടുന്നവരവര്. അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. ആൻസി പറഞ്ഞു. ലച്ചു കണ്ണുടച്ചുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് നടന്നു. ഏതോ ഒരു കോണിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയായിരുന്നു അമ്മ. ലച്ചു വന്നറിഞ്ഞതും അമ്മ അവൾക്ക് മുമ്പിൽ നിന്ന് തിരിഞ്ഞു നിന്നു. അത് കണ്ടത് അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അമ്മയുടെ വിഷമം എനിക്കറിയാം. സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിച്ച എന്നെ
അമ്മയുടെ മനസ്സ് നോവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്ന അമ്മ കേൾക്കണം പ്ലീസ്. ലച്ചു അമ്മയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ പറയാൻ പോകുന്ന ഒന്നും. എൻ്റെ മോൻ അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം നീ എടുത്ത്. എനിക്കറിയാം. ഇനി അമ്മയെന്ന് വിളിച്ച് എൻ്റെ പുറകെ വരണ്ട. ഒരിക്കലും അല്ല. മറ്റൊരു പെൺകുട്ടി ആഗ്രഹിച്ച ഏട്ടനെ, പ്രിയ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനിവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടനെ അവൾ അംഗീകരിക്കായിരുന്നു. അവളേക്കാൾ വലുതാണ് അമ്മയെ ഞാൻ നിങ്ങൾക്കൊക്കെ. അമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാ മോളെ. അതിൽ അവര് ഇവരൊന്നും വ്യത്യാസമില്ല. പിന്നെ മോള് പറഞ്ഞ പോലെ നീ വന്നില്ലായിരുന്നെങ്കിലും അവളെ സ്നേഹിക്കാനാവില്ല. അതിനവൻ എന്തെങ്കിലും ആവുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ലായിരുന്നു. നിന്നോട് ഇഷ്ടം തോന്നില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് നീ ഇവിടുന്ന് പോകുന്നെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതിലൊരു മാറ്റം ഉണ്ടാവില്ല. അമ്മേ, ഞാൻ എന്നേക്കായിട്ട് നിങ്ങളെ വിട്ടു പോകുന്നല്ല. ഞാൻ കാരണം ഇപ്പോൾ പ്രിയ ഒരുപാട് വിഷമത്തിലാണ്. മാത്രമല്ല ഏട്ടനെ ഫേസ് ചെയ്ത് എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒന്ന് ഓക്കെ ആവുന്നവരൊരു മാറ്റം, അത്രമാത്രം. ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. ലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ട അമ്മയ്ക്കും വിഷമം തോന്നി. അറിയാം അമ്മേ, പക്ഷെ എനിക്ക് കഴിയുന്നില്ല അതിന്. എൻ്റെ മാറ്റം കൊണ്ട് പ്രിയക്കവിടെ നന്ദുവിനെ കിട്ടുമെങ്കിൽ അതെനിക്കും സന്തോഷമാണ്. അത്ര മാത്രമേ ഉള്ളൂ. അമ്മ ഒരിക്കലും അതിനെ എതിർക്കരുത്. അവളുടെ വിഷമം ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. കാരണം ഞാൻ ആ അവസ്ഥയിലൂടെ വന്നതാ. അമ്മയും അച്ഛനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ. അമ്മയ്ക്ക് മനസ്സിലാവില്ല മറ്റൊരു പെണ്ണിൻ്റെ വേദന. അവൾക്കൊപ്പം നിന്ന് അവരെ ഒന്നിപ്പിക്കേണ്ടത് നമ്മളാ. പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാൻ അവസരം ഒരുക്കേണ്ടത് നമ്മളാ. അമ്മ പറ്റില്ലെന്ന് പറയരുത്. എൻ്റെ കൂടെ നിന്ന് അച്ഛനെയും ആരെയും സമ്മതിപ്പിക്കണം. നിങ്ങളൊക്കെ വിഷമിപ്പിച്ച് എനിക്ക് ഇവിടുന്ന് പോകാനാവില്ല. ഞാൻ തിരിച്ചു വരും. അത് അമ്മയ്ക്ക് ഈ മോള് നൽകുന്ന വാക്കാ. എല്ലാവരും സന്തോഷിക്കുമ്പോൾ എൻ്റെ മോൻ ദുഃഖിക്കുന്ന കാണാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിനക്കൊപ്പം കൂടെ നടന്നവനവൻ. അവൻ്റെ സ്നേഹം എന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കും മോളെ. അമ്മ അവസാനം മനസ്സോടെ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അവളുടെ കണ്ണു നിറഞ്ഞു. അത്രയും അമ്മയോട് പറഞ്ഞിട്ടും തൻ്റെ മനസ്സ് അത് ആഗ്രഹിക്കാത്ത പോലെ അവൾക്ക് തോന്നി. ഒരു വേദന അവളുടെ ഉള്ളിലും നിറഞ്ഞു നിന്നു. അമ്മയുടെ സമ്മതത്തോടെ തന്നെ അച്ഛനെയും ആരെയും ലച്ചു സമാധാനിപ്പിച്ചു. ആദ്യം ഫോൺ വിളിച്ച് പറഞ്ഞു. പ്രിയ അവൾ പോകുന്നറിഞ്ഞ് തടഞ്ഞുവെങ്കിലും ലച്ചു പിന്മാറിയില്ല. എല്ലാവരുടെയും മനസ്സിലൊരു വേദന തീർത്തുകൊണ്ട് ലച്ചു മനസ്സോടെ അവിടെ നാൻസിക്കൊപ്പം ഇറങ്ങി. തിരിഞ്ഞു നോക്കിയതും അവളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന പോലെ തോന്നി. ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കാത്ത പോലെ. അവൾക്ക് പ്രിയപ്പെട്ടത് അവിയാനുള്ളത് പോലെ അവൾക്ക് തോന്നി. വല്ലാത്തൊരു വേദനയോടെ ലച്ചു അവിടെ നിന്ന് ഇറങ്ങി ആൻസിക്കൊപ്പം വണ്ടിയിൽ കയറി തിരിച്ചു. പോരുമ്പോൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകിയായിരുന്നു അവളുടെ കണ്ണുകൾ. അതുകൊണ്ട് ആൻസി അവളെ ചേർത്ത് പിടിച്ചു. ആൻസിയുടെ നെഞ്ചിൽ ചാരി ലച്ചു എന്തിനെന്നില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദ് വീട്ടിലേക്ക് വന്നതും വീട് മൂകമായി കിടക്കുന്നുണ്ട് അകത്തേക്ക് ചെന്നു. എല്ലാവരും ഓരോ ഭാഗത്ത് താടിക്കും കൈയും കൊടുത്തിരിക്കുകയാണ്. അവിടെ ലച്ചുവിനെ കാണാത്ത കണ്ടതും ആനന്ദ് അവിടെ റൂമിലേക്ക് പോവാൻ പോയി. അവിടേക്ക് പോകണ്ട, മോള് പോയി. സ്റ്റെയർ കയറാൻ തുടങ്ങിയത് അമ്മ പറഞ്ഞു കേട്ട് ആനന്ദ് ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് ചൂടുവെക്കാനാവാതെ നിന്നു. ആ സമയം പ്രിയ ആനന്ദിന്റെ മുഖഭാവങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. ആൻസി എന്ന് പറയുന്നൊരു ചേച്ചി വന്ന ഏട്ടാ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും ചേച്ചി അവരുടെ കൂടെ പോയി. ആര്യ പറഞ്ഞു. ആനന്ദ് വിശ്വസിക്കാനാവാതെ എല്ലാവരെയും നോക്കി. അമ്മയും അത് തന്നെ പറയാതെ പറയുന്നു. അത് കണ്ടത് അവൻ എല്ലാവരെയും നോക്കിയിട്ട് അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അമ്മയുടെ മനസ്സിലെ വേവരാതി പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. ആര്യ പ്രിയയും നോക്കിയിട്ട് പോയി. നിനക്ക് വേണ്ടിയാ പ്രിയ ചേച്ചി പോയത്, അത് ഒരുപാട് വിഷമത്തോടെ. നിന്റെ പ്രണയകാരൻ ഇവിടെ ഉള്ളവർക്കെല്ലാം ഇപ്പോൾ വിഷമം മാത്രം. പറയാൻ പാടില്ലാത്ത ഇവരുടെ വിഷമം കാണുമ്പോൾ അറിയാതെ തോന്നിപ്പോന്ന്. മറക്കാനാണെങ്കിൽ മറന്നൂടെ നിനക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണല്ലോ. നിനക്ക് പോലും എൻ്റെ കൂടെപ്പിറപ്പായിട്ട് എൻ്റെ മനസ്സ് കാണാൻ നിനക്ക് പോലും ആയില്ലല്ലോ കാവ്യ. ആദ്യം മറക്കാൻ നിനക്കാവൂ. ആ അവസ്ഥയിൽ തന്നെ ഞാനും. പ്രിയ കാവ്യയോട് മറുപടി കൊടുത്ത് റൂമിലേക്ക് പോയി. ഇങ്ങനെ ഇരുന്ന് കരയാനാണോ നീ ഓടിപ്പിടിച്ച് ഇവിടേക്ക് വന്ന്? ഇത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല ലച്ചു. നീ മാത്രമല്ല, അവിടെ എല്ലാവരും ഇപ്പോൾ വിഷമത്തിലായിരിക്കും. ഇത്രയും നിന്റെ കൂടെ നിന്നിട്ടും ആനന്ദിനോടൊരു വാക്കുപോലും നീ പറഞ്ഞില്ലല്ലോ. വന്നവാടെ കരയുന്നു ലച്ചുവിനെ നോക്കി ആൻസി പറഞ്ഞു. ഏട്ടനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ എനിക്കാവില്ല ചേച്ചി. ആ മനസ്സിൽ ചിലപ്പോൾ കുറ്റബോധം തോന്നും. ഇപ്പോൾ തോന്നില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ അവിടെ നിന്ന് ഇറങ്ങിയത് ആ ഒരു കാരണം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ ഉള്ളിൽ എവിടെയോ അവനുണ്ട്. അത് തന്നെയാണ് നിന്റെ ഈ കണ്ണീരിൻ്റെ കാരണം. അല്ലേ ലച്ചു? ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ലേ ചേച്ചി. പക്ഷെ എപ്പോഴൊക്കെ ഒരു ആരാധന തോന്നിയിരുന്നു എനിക്ക്. എൻ്റെ കൂടെ നിന്ന് എന്നെക്കുറിച്ചൊന്നും അറിയാതെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സ്, പേര് ഊരും അറിയാത്ത എന്നെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അഭയം തന്നതിന്, കൂടെ നിന്ന് എൻ്റെ സങ്കടങ്ങളെ ഏറ്റുവാങ്ങിയതിന്, അങ്ങനെ ഒരുപാടുണ്ട്. ഒരു സമാധാനവും ധൈര്യവും ആശ്വാസമൊക്കെ ആയിരുന്നു എനിക്ക് ഏട്ടൻ. പക്ഷെ ഇപ്പോൾ എന്തോ ആരും ഇല്ലാത്ത പോലെ, ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ. എൻ്റെ ഒപ്പം നിന്നതിനും എല്ലാത്തിനും ആ ഒരു ഇഷ്ടം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കാർത്തികിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എത്രയും വേഗം തിരിച്ചു വന്നത് ആ മനുഷ്യൻ കാരണം. അതിന് കാരണം എനിക്കറിയില്ല ചേച്ചി. എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതാവസാനം വരെ എനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ അത് തെറ്റാണെന്ന് ഞാൻ പറയുമ്പോഴും മനസ്സത് തെറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സഹായിക്കുന്ന പേരിൽ ഒരാളുടെ ജീവിതം ആഗ്രഹിക്കാൻ പാടുണ്ടോ ചേച്ചി? മോളെ ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. അവൻ തന്നെ നിന്നെ ക്ഷണിക്കുന്നില്ലേ? അപ്പോൾ പ്രിയയുടെ കണ്ണുനീരിന് ആര് സമാധാനം പറയും ചേച്ചി? അവളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് എനിക്കൊരിക്കലും ഏട്ടനെ സ്നേഹിക്കാനാവില്ല. ഒരാളുടെ മനസ്സ് നോവിച്ച് അവരുടെ ആഗ്രഹം തറുത്തുകൊണ്ട് എനിക്കൊന്നും വേണ്ട. കൂടെ നിൽക്കാനൊരു താങ്ങ്, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ അവിടുന്ന് മാറുന്നുകൊണ്ട് പ്രിയക്ക് ഏട്ടനെ കിട്ടുമെങ്കിൽ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. നിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് ആർക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല മോളെ. പ്രിയ ആനന്ദ് വിവാഹം ചെയ്താൽ തന്നെ
പിന്നെ ഒന്നിൻ്റെ പേരിലും അവൾ നിന്നെ അവൻ്റെ പരിസരത്ത് അടുപ്പിക്കില്ല. പ്രത്യേകിച്ച് ഈ കാരണം കൊണ്ട് തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ അവനേക്കാൾ സുരക്ഷിതത്വം നിനക്ക് വേറെ എവിടുന്നും കിട്ടില്ല, സ്വന്തം വീട്ടിൽ നിന്ന് പോലും. അറിയാൻ ചേച്ചി, പക്ഷെ എന്നെ കൊണ്ടാവില്ല. ഒരാളുടെ ശാപവും കണ്ണീരും ചുമക്കാൻ. പ്രിയയുടെ വേദന ഞാൻ കണ്ടതാ ഇന്ന്. എന്നെ കൊണ്ടാവില്ല. എനിക്ക് ഏട്ടനോട് പ്രണയുന്നൊരു വികാരം തോന്നിയിട്ടില്ല. ലച്ചു പറഞ്ഞത് ആൻസി അത് കേട്ട് ചിരിച്ചു. സ്വയം ചോദിച്ചു നോക്കി ലച്ചു, എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. തീരുമാനം നിൻ്റേതാ. പ്രിയെപ്പോലൊരു ചുറ്റുപാടില്ല നിനക്കുള്ളെന്ന് മോൾ ഓർക്കണം. നിന്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ടാണ് മറ്റൊരാളുടെ വേദന എനിക്ക് മനസ്സിലായത്. ഞാനൊന്നും നിർബന്ധിക്കില്ല. നിന്റെ ഏത് തീരുമാനത്തിലായാലും ഒരു സഹോദരിയായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. വിഷമിക്കാതിരിക്കെ. എല്ലാം പെട്ടെന്ന് ശരിയാവും, നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയൊക്കെ വിധി പോലെ. ആൻസി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ താഴേക്ക് വരാത്ത്? വന്നിട്ട് റൂമിൽ കയറി ഒറ്റ ഇരിപ്പാണല്ലോ മോനെ. മോള് പോയതുകൊണ്ടാണ്. എൻ്റെ മോൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവൾക്ക് വിധിയില്ല, അതുകൊണ്ടാണ് മോള് പോയത്. മോൻ വിഷമിക്കാതിരിക്കേ. ഞാൻ കാരണല്ലേ മോള് പോയത്. എൻ്റെ എടുത്തേട്ടം കൊണ്ടാ. കുറച്ചുകൂടി സമയം എടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ അവളിന്ന് ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലേ? നേരത്തെ നീ പറഞ്ഞൊക്കെ മറന്നുപോയോ? നിന്റെ ഉള്ളിലുള്ളത് നീ മാത്രം അറിഞ്ഞിട്ട് എന്താടാ കാര്യം? അറിയേണ്ടവരറിയണ്ടേ? എന്നാലും അവളോട് തുറന്നു പറയണ്ടേ? അത് കുറച്ച് നേരത്തെയായിന്ന് മാത്രം. പക്ഷെ അമ്മയ്ക്ക് തോന്നിയില്ല മോൻ പറഞ്ഞ തെറ്റായി പോയിന്ന്. പറയാത്ത കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല. പിന്നീട് അതൊരു വേദനയായി മാറും, സ്വയം പഴിക്കാനൊരു കാരണമാവും. ഇവിടെ അവൾക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ആരെയും ഭയക്കാതെ ഉറങ്ങായിരുന്നു. ഇത്രയും കൂടെ നിന്നിട്ട് എന്നൊരു വാക്ക് പറയാൻ അവൾക്ക് തോന്നിയില്ലല്ലോ അമ്മേ. ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഓർക്കാതെ ഇറങ്ങിപ്പോയതല്ലേ അവള്. എവിടെ പോയാലും അവസാനം എൻ്റെ ആവശ്യം അവൾക്കുണ്ടാവും. അവൾ ഞാൻ സ്നേഹിച്ചാണോ? അവൾ എന്നിൽ കണ്ട തെറ്റ്? ഞാൻ അവളുടെ മനസ്സിലൊരു ദുഷ്ടനാണോ അമ്മേ? നന്ദു, ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ട. പോകാനൊട്ടും ആഗ്രഹം ഉണ്ടായിട്ട് പോയതല്ല അവള്. ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് പോയത്. അവളുടെ വിഷമം എന്ന് കുറയുമ്പോൾ മോള് നിന്നെ വിളിക്കും. അമ്മയുടെ മനസ്സ് പറയുന്നുണ്ട്. നിന്നോട് പറഞ്ഞ അവൾക്ക് ഇവിടുന്ന് പോകാനാവില്ലായിരിക്കും. അതിനർത്ഥം ഞങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിന്നോട് അവൾക്ക് എന്തോ ഉണ്ടെന്നല്ലേ? അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടും നിന്നെ അവൾ വിളിക്കാണ്ടിരുന്നു. നിന്നെയും പ്രിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ എൻ്റെ മോള് പോയത്. അമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അവള് പോയതുകൊണ്ട് ഞാൻ പ്രിയെ സ്നേഹിക്കുന്ന കരുതിയാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല അമ്മേ. ഞാൻ സ്നേഹിച്ച ലച്ചുവിനെയാ. അവൾ എന്തിനെ കാട്ടിയാലും അവളുടെ സ്ഥാനത്ത് പ്രിയ എനിക്കാവില്ല. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും ശരി, പ്രിയെ ഞാൻ വിവാഹം കഴിക്കില്ല. നിന്റെ ഇഷ്ടമല്ലാണ്ട് ഒന്നും നടക്കില്ല. മോൻ ഓരോന്നോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അമ്മ പറഞ്ഞു. ആനന്ദ് അമ്മയുടെ മടിയിൽ തലവെച്ച് വേദനയോടെ കിടന്നു. അവന്റെ മനസ്സ് മുഴുവൻ ലച്ചുവിനോർത്ത് കലങ്ങി മറിയുകയായിരുന്നു. അവളെക്കുറിച്ചുള്ള ആവലാതി അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അതേസമയം ലച്ചു ആനന്ദിനെ കുറിച്ചുള്ള ഓർമ്മയിലായിരുന്നു. എന്തിനെന്നില്ലാതെ അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു. നീ ഇത് എവിടേക്കാ? ആൻറ്റി, അത് നന്ദുവിനെ ഒന്ന് കാണാൻ. വേണ്ട, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പ്രിയേ. ആൻറ്റി, ഞാൻ പറഞ്ഞു കേട്ടില്ലേ പോവാൻ. എല്ലാവരും കൂടി എൻ്റെ മോൻ്റെ മനസ്സ് വേദനിപ്പിച്ച് വെച്ചിരിക്കാം. ഇനി നീയും കൂടി ചെന്ന് അവനെ കൂടുതൽ വേദനിപ്പിക്കണോ? വിഷമം കാരണം എൻ്റെ കുഞ്ഞ് ആരും പോലും കഴിക്കാതെ കിടന്ന് വെറുതെ അവനെ ചെന്ന് ശല്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പോവാൻ നോക്ക് നീ. നിനക്ക് സംസാരിക്കാണ്ടേ പകരം അവന് സമ്മതാണെങ്കിൽ മാത്രം സംസാരിക്കാം. ഇനി അവനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരെയും പോയി കിടക്ക്. ആനന്ദ് അമ്മയോട് തന്റെ വിഷമം മുഴുവൻ പറഞ്ഞു തീർത്തും അമ്മ അവനെ സമാധാനിപ്പിച്ചു. ഓരോന്നോർത്തുകൊണ്ട് അവൻ എപ്പോഴും ഉറക്കത്തെ കൂട്ടിപ്പിടിച്ചും അവന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റി പുതപ്പ് മൂടി അമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ റൂം ലക്ഷ്യമാക്കി വരുന്ന പ്രിയെ കണ്ട അമ്മയുടെ ഉള്ളിലെ ദേഷ്യം അവളോട് പറയാതെ പറഞ്ഞു. അമ്മയുടെ ഉറച്ച മറുപടി കേട്ടതും പ്രിയ ഒന്നും പറയാനാവാതെ തിരിച്ചവളുടെ മുറിയിലേക്ക് പോയി. അത് കണ്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അമ്മ താഴേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ആനന്ദ് ഉണർന്ന് ആദ്യം അവന്റെ മനസ്സിലേക്ക് വന്ന ലച്ചുവിന്റെ ചിന്തയായിരുന്നു. ബെഡിൽ എഴുന്നേറ്റിരുന്ന് തലക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ അവിടെ ഇല്ലെന്ന കാര്യം അവൻ ഓർത്തു. മനസ്സിന് വല്ലാത്ത മടുപ്പ് തോന്നിയതും അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു. താഴെ കാവ്യ ആരെയും കൂടി ചെടി നനയ്ക്കുന്ന കണ്ടതും അവൻ അറിയാതെ ഓർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കൊപ്പം അവളും ഉണ്ടായിരുന്നു എന്നത്. ഒരു ഇളം കാറ്റ് അവനെ തഴുകി കടന്നുപോയതും അവൻ കണ്ണുകൾ അടച്ചു നിന്നു. മനസ്സിൽ അവളുടെ മുഖം മാത്രമായിരുന്നു. ഒന്ന് ശ്വാസം വാഞ്ഞ് പുറത്തേക്ക് ഊതിക്കൊണ്ട് അവൻ അകത്തേക്ക് തിരിച്ചു നടന്നു. അവളെ കാണാതെ മനസ്സിനൊരു സമാധാനമില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എന്നെ വിട്ട് ഇവിടുന്ന് പോകാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? ഓർത്തതും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവാൻ തുടങ്ങി. സമയം വൈകിട്ടും ആനന്ദിനെ കാണാതെ റൂമിലേക്ക് വന്ന അമ്മ കാണുന്നത് എണീച്ച പോലെ റെഡിയാവാതെ എവിടേക്കോ നോക്കി ആലോചിച്ച് നിൽക്കുന്ന ആനന്ദിനെയാണ്. നന്ദു, അമ്മയുടെ വിളി കേട്ടതും ആലോചനയിൽ നിന്ന് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നീ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഓഫീസിൽ പോകണ്ടേ? ഇതുവരെ കളഞ്ഞില്ലേ മോനെ കഴിഞ്ഞതൊക്കെ? അമ്മ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ കാരണല്ലേ അമ്മേ, എൻ്റെ എടുത്തിയാട്ട എല്ലാത്തിനും കാരണമെന്ന് എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുക. അവളെ കാണാതെ എന്നെ കൊണ്ടാവുന്നില്ല അമ്മേ. ചുരുങ്ങിയ നാൾ കൊണ്ട് അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. അത് തെറ്റാണോ അമ്മേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ മറന്ന് ജോലിക്ക് പോകാൻ നോക്ക്. ഇന്നലെ കൂടി നീ ഒന്നും കഴിക്കാൻ കിടന്നല്ലേ? അച്ഛൻ നിന്നെ കാത്ത് നിനക്കൊപ്പം കഴിക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നോ? ഞാനും പിള്ളേരും കഴിച്ചിട്ടില്ല. പെട്ടെന്ന് റെഡിയായി വാ. ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല, ഒരിടം വരെ പോകാനുണ്ട്. അവൻ പറഞ്ഞു. അത് മനസ്സിലായി എന്നോണം അമ്മ അവനെ നോക്കി മൂളിക്കൊണ്ട് വേഗം വരാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താഴേക്ക് പോയി. ആനന്ദ് റെഡിയായി താഴേക്ക് വന്നു. പ്രിയ ഒഴികെ എല്ലാവരും അവനെ കാത്ത് ടേബിളിലുണ്ടായിരുന്നു. വന്നിരിക്കും വലിയേട്ടാ, വിശന്നിട്ട് കുടൽ കത്തുന്നു. ഏട്ടനെ കാത്തിരുന്ന് എൻ്റെ ബോധം പോകുന്ന തോന്നണേ. ആര്യ പറഞ്ഞു. അമ്മ അവിടെ കയ്യിൽ വെച്ച് നുള്ളി. ഒരു ഡോക്ടറുള്ള വീടല്ലടി മോളെ, ഇടക്കൊക്കെ ഒന്ന് വീഴുന്നത് നല്ലതാ.
അച്ഛൻ തമാശ മട്ടിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അത് കേട്ടത് എല്ലാവരും ചിരിച്ചുവെങ്കിലും ആനന്ദിന് മുഖത്ത് തെളിച്ചമൊന്നും ഉണ്ടായില്ല. അവന്റെ മനസ്സ് അവിടെയെങ്കിലും അല്ലായിരുന്നു. അത് കണ്ടതും അച്ഛൻ അമ്മയെ നോക്കിയൊന്ന് വിശ്വസിച്ചു. ആഹാരം കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകാൻ പോയതും പുറത്തൊരു വണ്ടി വന്ന സൗണ്ട് കേട്ട് ആനന്ദ് അവിടേക്ക് നോക്കി. ലച്ചു ആവുന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരെയും മാറ്റി അവൻ ഓടി പുറത്തിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.